നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭയിൽ LDF അംഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ധനകാര്യ സമിതിയിൽ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി അവതരിപ്പിച്ച ബജറ്റ് നിർദ്ദേശങ്ങൾ CPI BJP അംഗങ്ങളുടെ പിന്തുണയോടെ അംഗീകരിച്ചു. കഴിഞ്ഞ വർഷത്തെ പോലെ ബജറ്റ് അവതരിപ്പിക്കുവാൻ കോൺഗ്രസ് പ്രതിനിധിയായ വൈസ് ചെയർപേഴ്സൺ അവസരം നൽകാതിരിക്കാൻ LDF നടത്തിയ നീക്കം ഇതോടെ പരാജയപ്പെടുകയാണുണ്ടായത്. നഗരസഭയിൽ LDF അംഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ധനകാര്യ സമിതിയിൽ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി അവതരിപ്പിച്ച ബജറ്റ് നിർദ്ദേശങ്ങൾ CPI BJP അംഗങ്ങളുടെ പിന്തുണയോടെ അംഗീകരിച്ചു. കഴിഞ്ഞ വർഷത്തെ പോലെ ബജറ്റ് അവതരിപ്പിക്കാൻ കോൺഗ്രസ് പ്രതിനിധിയായ വൈസ് ചെയർപേഴ്സണ് അവസരം നൽകാതിരിക്കാൻ LDF നടത്തിയ നീക്കം ഇതോടെ പാളി. ബജറ്റ് നിർദ്ദേശങ്ങൾ ധനകാര്യ സമിതിയിൽ പാസാക്കിയില്ലെങ്കിൽ വൈസ് ചെയർപേഴ്സണായ സിനി ബിജുവിന് കൗൺസിൽ യോഗത്തിൽ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ല. കഴിഞ്ഞ വർഷം ധനകാര്യ സമിതിയിൽ ബജറ്റ് നിർദ്ദേശങ്ങൾ പാസാക്കാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് നഗരസഭാ സെക്രട്ടറി തയ്യാറാക്കി നൽകിയ ബജറ്റ് നഗരസഭാ ചെയർമാൻ PP അൽദോസ് ആണ് അവതരിപ്പിച്ചത്. ഇക്കൊല്ലം ധനകാര്യ സമിതി അംഗങ്ങളായ CPIയിലെ PV രാധാകൃഷ്ണനും BJPയിലെ ആശാ അനിലും ബജറ്റ് നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് വോട്ട് ചെയ്തതോടെയാണ് സിനി ബിജുവിന് ബജറ്റ് അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുന്നത്. ധനകാര്യ സമിതിയിലെ 5 അംഗങ്ങളിൽ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ഒഴികെയുള്ള 3 പേർ LDF അംഗങ്ങളും ഒരാൾ BJP അംഗവുമാണ്. CPMയിലെ R രാകേഷ്, സുധാ രഘുനാഥ് എന്നിവർ എതിർത്തെങ്കിലും CPIയിലെ PV രാധാകൃഷ്ണനും BJPയിലെ ആശാ അനിലും സിനി ബിജുവും അനുകൂലിച്ചു വോട്ട് ചെയ്തതോടെ 2-നെതിരെ 3 വോട്ടുകൾക്ക് ബജറ്റ് നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.